ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങി എവിടെ നോക്കിയാലും ഇപ്പോൾ ജിബ്ലി എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച ഈ ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിയാലോ? അതിനായി ആദ്യം ChatGPT ഓപ്പൺ ചെയ്യാം. ശേഷം നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെ നമുക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് ടേൺ ദിസ് ഇൻടു ജിബ്ലി സ്റ്റൈൽ സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞാൽ നമ്മുടെ ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ ലഭിക്കും. ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസവും ChatGPT ഉപയോഗിച്ച് ജിബ്ലി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. 1985 ജപ്പാൻകാരായ മിയാസാക്കി, ഇസാവോ തഹഹാട്ട, തോഷിയോ സുസുക്കി എന്നിവർ ചേർന്ന് ആരംഭിച്ച സ്റ്റുഡിയോ ജിബ്ലിയിലൂടെയാണ് ആദ്യമായി ഈ കാർട്ടൂൺ ചിത്രങ്ങളെ ലോകം പരിചയപ്പെടുന്നത്. മണിക്കൂറുകളെടുത്ത് കൈകൊണ്ട് വരച്ച ജീവസുറ്റ കഥാപാത്രങ്ങളാണ് ഈ ജിബ്ലി ചിത്രങ്ങൾ. ഓപ്പൺ എയിലൂടെ ഈ ട്രെൻഡ് മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെട്ടെങ്കിലും AI ഉണ്ടാക്കുന്ന ജിബ്ലി ചിത്രങ്ങളിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ തെറ്റുകൾ വരുന്നത് ചർച്ചയാവുകയാണ്. ജിബ്ലി സ്റ്റുഡിയോയുടെ ഇമേജുകൾക്ക് കർശനമായ പകർപ്പവകാശ നിയമങ്ങളുമുണ്ട്. അതിനാൽ അനുവാദമില്ലാതെ ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. പലപ്പോഴും ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അവ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ തെറ്റായ രീതിയിൽ കാണിക്കുകയോ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിനുകളും ചിലപ്പോൾ തെറ്റായ ചിത്രങ്ങൾ നൽകാം. ചിത്രങ്ങളുടെ ടാഗുകളിലോ വിവരണങ്ങളിലോ ഉണ്ടാക്കുന്ന തെറ്റുകൾ ഇതിന് കാരണമാകാം. കൂടാതെ AI പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളുടെ ഡേറ്റ ശേഖരിക്കുന്നത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. AI ഉപയോഗിച്ച് ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു രസകരമായ ട്രെൻഡാണെങ്കിലും AI ചിത്രങ്ങളിൽ വരുത്തുന്ന വിചിത്രമായ തെറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ്.